സക്സസ് അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഈ സെക്ഷനിലൂടെ SSC GDൻ്റെ അടുത്തൊരു 5th റീസണിംഗ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ ഒരു ഡേറ്റിൽ ചോദിച്ചു 11th January 2023 ഷിഫ്റ്റ് 3ൽ ചോദിച്ച റീസണിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, question, select the option that is related to the fourth term in the same way as the first term is related to the second term and the fifth term is related to the sixth term. 8 6 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 343 21 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ടൈമാണ് വേണ്ടത്, അതായത് 12ഉം ഈ ഒരു നമ്പറും തമ്മിലുള്ള കണക്ഷൻ. ഓപ്ഷൻസ് വരുന്നത് 64 27 84 ആൻഡ് 72. ശരി, ഈ ഒരു പാറ്റേൺ നോക്കാം. ഈ നമ്പേഴ്സ് 8 6 12 343 21 ഈ നമ്പേഴ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം 343 നമുക്കറിയാം 7ന്റെ ക്യൂബാണ് അല്ലേ. ഇനി ഇതിനകത്തൊരു ക്യൂബും കൂടിയുണ്ട് 8, നമുക്കറിയാം 2 ക്യൂബാണ്, 2 ക്യൂബ് 8. ഓക്കെ, ഇനി ബാക്കി നമ്പേഴ്സ് നോക്കിയത് 6 12 21. ഇനി 6 നമുക്കറിയാം എന്ത് ചെയ്താൽ 2 ആവും, 6/3 6/3 2. Then again 7 21 എന്ത് ചെയ്ത 7 ആക്കാം നമുക്ക് 21/3 7. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇവിടെ കിട്ടിക്കാണും. സെക്കൻഡ് നമ്പർ ബൈ 3 അതിൻ്റെ ക്യൂബ് തേർഡ് നമ്പർ ഫസ്റ്റ് നമ്പർ അല്ലേ. സെക്കൻഡ് നമ്പർ ബൈ 3 അതിൻ്റെ ക്യൂബ് ഫസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ സെക്കൻഡ് നമ്പർ ബൈ 3 ദ ഹോൾ ക്യൂബ് is equal to first number. ശരി, അപ്പോൾ ഇവിടെ നോക്കിയേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ശ്രദ്ധിക്കാൻ നേരത്ത് 12/3 എത്രയാണ് 4 ക്യൂബ് 64. ഓക്കെ അല്ലേ. 12 64 ആയിട്ട് കണക്ട് ചെയ്തിരിക്കണം, ഓപ്ഷൻ എ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? 19 21 25 33 81 145. അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ശരി, അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ നോക്കാം. നമുക്ക് ജസ്റ്റ് ഡിഫറൻസ് എടുക്കാം. 19 21 ഡിഫറൻസ് 2 ആണല്ലേ. ഇനി ജസ്റ്റ് ഇവിടുത്തെ 21 25 ഡിഫറൻസ് 4. ഇനി 25 33 ഡിഫറൻസ് എത്ര വരുന്നത് 10 8 വരും, ഡിഫറൻസ് 8. അപ്പോൾ ഈ ഡിഫറൻസിന് വല്ല പ്രത്യേകത ഉണ്ടാകുന്ന നോക്കിയാൽ 2 4 8. 2ൻ്റെ ഡബിൾ 4, 4ൻ്റെ ഡബിൾ 8. ഇനി 8ൻ്റെ ഡബിൾ നോക്കാം 16. ഇനി ആ 16ൻ്റെ ഡബിൾ നോക്കാം 32. ഇനി ആ 32ൻ്റെ ഡബിളാണ് ഈ ഒരു ഡിഫറൻസ് നോക്കാം 81 145. 81 64 എത്ര വരും 5 4 144. അപ്പോൾ ഈ ഡിഫറൻസ് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഫോളോ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നോക്കിയാൽ 16 36 + 16 എത്ര വരും 46. 33 + 16 അതായത് 49. ഓപ്ഷൻ ബി. ഇനി ആ 49 + 32 എത്ര കിട്ടും 81. 49 + 32 ഓക്കെ അല്ലേ 81. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ലെറ്റർ ക്ലസ്റ്റർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, അടുത്ത ലെറ്റർ B Q Z J E L C M H G F P N W L B. ഓക്കെ, ഇതിനായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ടൈം ഒന്ന് നോക്കിയേ. ഇതിനകത്ത് ഫസ്റ്റ് ടൈം B, ദെൻ അഗെയിൻ സെക്കൻഡ്ലി E, ഇതിൽ H, ഈ ഒരു ടൈം നോക്കാം N 14 ആണല്ലേ നമുക്കറിയാം. ഇനി ഇതിനായിട്ടൊരു കോഡ് ശ്രദ്ധിച്ചിരിക്കുക EJOTY 5 10 15 20 25 അല്ലേ. അതായത് 5 10 5ൻ്റെ പ്ലേസിൽ വരുന്ന ലെറ്റേഴ്സാണ് ഈ ഒരു ടൈംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് N വേണം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. O നമുക്കറിയാം 15 ആണ്, NO എന്ന് പറയുന്നത് 14. ഇനി H 8 E 5 B എത്ര 2 അല്ലേ. ഇനി അങ്ങനെയാണ് ഈ ഡിഫറൻസ് എന്ന് നോക്കിയാൽ 2 5 ഡിഫറൻസ് 3, ഇവിടെ ഡിഫറൻസ് 3. ഇനി അഗെയിൻ 3 പ്ലസ് ചെയ്യാം 11th ടൈം, അതായത് വരും J കഴിഞ്ഞാൽ K. ഫസ്റ്റ് ടൈം കിട്ടി K. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. ഇനി 11 + 3 14. ദെൻ അഗെയിൻ സെക്കൻഡ് ടൈം Q, ഇതിനകത്ത് L G and again W നമുക്കറിയാം 23 അല്ലേ. TUVW T 20 ആണ്, 21 22 23 അല്ലേ. ദെൻ അഗെയിൻ G7 L എത്ര KL 12 Q 17 അല്ലേ. ഇനി ഡിഫറൻസ് നോക്കിയേ -5 17 - 5 12 12 - 5 7 7 - 5 സെക്കൻഡ് ടൈം B വരും.
ഇനി 2 - 5 അതായത് ആൽഫബറ്റ് എയും ബിയും കഴിഞ്ഞാൽ 23 വരും. ശരി, അപ്പോൾ കെ ബി ഉള്ളതാണ് ഓപ്ഷൻ ഡി. ഈ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ആ ഓപ്ഷൻ അതായിട്ട് മാർക്ക് ചെയ്യാം. ഇനി തേർഡ് ടൈം ആണ്, ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇസഡ് 26 ആണ്, C3 ആണ്, F6 അല്ലേ? അതെ, -3 സോറി +3 +3 6 +3 9 9th ടൈം ഐ. ഓക്കെ, ഐ. അപ്പോൾ കെ ബി ഐ. ഇനി നെക്സ്റ്റ് എസ് ആണോന്ന് നോക്കാം. ഇനി ലാസ്റ്റ് ടൈം J10 M13 16, അടുത്ത 19th ടൈം അത് എസ്, കെ ബി ഐ എസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് ടു സീക്വൻഷ്യലി റീപ്ലേസ് ദ സയൻസ് ആൻഡ് ടു ബാലൻസ് ദ ഇക്വേഷൻ. ഓക്കെ, ആ സയൻസ് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്ത് നമുക്ക് 30 95 5 32 4 497. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. ബോർഡ് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ വൈസ് ദേ ഫസ്റ്റ് ഓപ്ഷൻ ഇതിലേക്ക് കൊടുക്കാം. 30 നമ്പേഴ്സിന് ചേഞ്ച് ഇല്ല, +95 × 5 -32 / 4 = 497. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എന്താണ് ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്രാക്കറ്റ് ഓഫും ഇല്ല. ഫസ്റ്റ് ഡിവൈഡ് ചെയ്യാം. 32/4 8 അല്ലേ? ഇനി ഈ ഒരു ടൈം എങ്ങനെ ചെയ്യാം? 95 × 5. ഈ 5നെ × 5 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10/2 അല്ലേ? ജസ്റ്റ് 10/2 ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ ജസ്റ്റ് ചെയ്യാൻ നേരത്ത് 95 ജസ്റ്റ് 5നെ ഞാൻ ജസ്റ്റ് 10/2 എന്ന് എഴുതി, × 10/2. ഓക്കെ അല്ലേ? ഇതേ ഇനി നമുക്ക് 30 ഓൾറെഡി ഇത് 8 ആണ്. 30 + 90 × 10 95 × 10 950. 950യുടെ പകുതി 450 + 25 475 അല്ലേ? എളുപ്പം. അല്ലെങ്കിൽ 95 × 5 ചെയ്യുക. അതിന് കുറച്ചുകൂടി എളുപ്പത്തിൽ 5 നമുക്ക് 10/2 എന്ന് എഴുതാം. അതായത് 950യുടെ പകുതി 900 പകുതി 450, 50യുടെ പകുതി 25 450 + 25 475 മൈനസ് ഈ ഒരു ടൈം നമ്മൾ എഴുതി 8 = 497ലേക്ക് വരുമെന്ന് നോക്കാം. ഇത് നോക്കിയേ, 475 35 അതായത് 505 -8 അതായത് എത്ര വരും? 497. ഇക്വേഷൻ ബാലൻസ് ആയി. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് ഡിവൈഡ് ആൻഡ് ഈക്വൽ ടു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നേരത്തെ ഒരു സെയിം പാറ്റേൺ ആണ് നോക്കാം. ഇവിടുത്തെ കണക്ഷൻ നോക്കാം. വിച്ച് ലെറ്റർ ക്ലസ്റ്റർ വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ടു കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ്. ഓക്കെ, സെയിം കണക്ഷൻ കുറച്ചുകൂടി സിമ്പിളാണ്. ദേ ഇസഡ് നമുക്കറിയാം 26 ആണ് ഫസ്റ്റ് ടൈം. ഇതിന് ഇത് 25 25 23 22 അല്ലെങ്കിൽ വി ഡബ്ല്യു. അടുത്ത ടൈം ഏതേ വരുള്ളൂ? യു വി ഡബ്ല്യു എക്സ് സോറി എക്സ് വി ഡബ്ല്യു എക്സ് വൈ ഇസഡ് അല്ലേ? അപ്പോൾ എക്സ് ഉള്ള ഓപ്ഷൻസ് എല്ലാത്തിലും എക്സ് ഉണ്ട്. ഇനി അടുത്ത് നോക്കിയത് റിവേഴ്സ് ചെയ്ത് നോക്കാം. പി ക്യു ദെൻ അഗൈൻ ആർ വരും, ആർ എസ് ടി അല്ലേ? എക്സ് ആർ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ അവോയ്ഡ് ചെയ്യുക. ഇനി തേർഡ് ടൈം നോക്കിയാൽ എം എൻ ഒ വരും, ഒ പി ക്യു. ഇനി അടുത്തത് ഐ ജെ കെ എൽ എം എൻ. അപ്പോൾ ഏതായിട്ട് ആൻസർ ആയിട്ട് വരിക? ഇസഡ് ആർ ഒ കെ, ഓപ്ഷൻ എ. ശരി, അടുത്ത ചോദ്യം. സെലക്ട് ദ നമ്പർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, അടുത്തൊരു സീരീസ് ആണ്. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, സീരീസ് ആയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ടൈം വേണം. ഇത് നോക്കിയേ, 7 13 28 55 112 അതൊക്കെയാണ് നമ്പേഴ്സ്. ഇനി ഇവിടെ നോക്കിയോ, 7 നോക്കിയാൽ 7ൻ്റെ ഡബിൾ എത്രയാണ്? 14 ആണ് അല്ലേ? അപ്പം ഇൻറ്റു 2 അല്ല, ഡബിൾ 14 ആണ്, -1. ഓക്കെ അല്ലേ? ഇനി ദെൻ അഗെയിൻ 13ൻ്റെ ഡബിൾ 26 ആണ്. പക്ഷേ ഇവിടെ എത്രയാണ്? 28. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ത് വരും? ഇൻറ്റു 2 + 2 അല്ലേ? ഇവിടെ ഇൻറ്റു 2 -1 ഇൻറ്റു 2 + 2. ഇനി ഈ ഒരു കേസ് എന്ത് വരും? 28 55 എന്ത് വരും? 28 ഡബിൾ നോക്കണേ 56 ആണ്, -1. അപ്പോൾ ഇൻറ്റു 2 -1. ഇനി ഈ ഒരു കേസ് നോക്കിയാൽ 55ൻ്റെ ഡബിൾ 110 ആണ്. ഇവിടെ 2 എക്സ്ട്രാ ആണ്. അപ്പോൾ എത്ര വരും? ഇൻറ്റു 2 + 2 55 × 2 110 110 + 2 112. ശരി, അപ്പോൾ ഇത് ഇൻറ്റു 2
-1 ഇൻറ്റു 2 +2 ഇൻറ്റു 2 -1 ഇൻറ്റു 2 +2 അതായത് ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഇൻറ്റു 2 -1 ഇൻറ്റു 2 +2 ഇൻറ്റു 2 -1 ഇൻറ്റു 2 +2 അടുത്ത് എന്ത് വരും ഇൻറ്റു 2 -1 അല്ലേ. ജസ്റ്റ് 112 ഡബിൾ എത്ര വരും 224 224 -1 223 ഓപ്ഷൻ എ 223. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. 6 സ്റ്റുഡൻസ് ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കിൾ ടേബിൾ ഫേസിങ് സെൻറ്റർ. ഓക്കെ, ഇതിൻ്റെ ഡയഗ്രാം വരച്ചു. അപ്പോൾ സെൻറ്ററിലേക്ക് ഒരു സർക്കിൾ ടേബിൾ 6 പേരുണ്ട് സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ടേബിൾ 1 2 3 സെൻറ്ററിലേക്ക് ഫേസ് ചെയ്ത്. അപ്പോൾ ഇവരാണ് 6 പേര്. ഇനി അറേഞ്ച്മെൻറ്റിലേക്ക് വരാം. ജസ്റ്റ് നോക്കിയേ. വെൻഡേൽ ഈസ് സിറ്റിംഗ് 4th to the right of ലീൻഡർ. ഓക്കെ, 6 പേരാണ്. ഇനി ലീൻഡറിൻ്റെ 4th. ഇനി നമുക്കറിയാം സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യാൻ നേരത്ത് ഇതിപ്പോൾ എ ആണെങ്കിൽ എനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ബിയും സിയും ഏത് പൊസിഷനാണെന്ന് നോക്കാം. അതായത് എയുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്ന നേരത്ത് ക്ലോക്ക് വൈസിലേക്ക് പോകുന്ന നേരത്ത് ബി ആണത് ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയാൻ നേരത്ത് ലെഫ്റ്റ് സൈഡും ക്ലോക്ക് വൈസ് ലെഫ്റ്റ് സൈഡ്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് സൈഡായിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് സൈഡും ആയിരിക്കും. അതായത് എനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സി എയുടെ റൈറ്റ് സൈഡിലും ബി എയുടെ ലെഫ്റ്റ് സൈഡും ആയിരിക്കും. ശരി, ഇനി ഇതിലേക്ക് വരാം. ഇനി വിൻഡേൽ ഈസ് സിറ്റിംഗ് 4th to the right of ലീൻഡർ. അപ്പോൾ ഇവിടെ ലീൻഡറിനെ പ്ലേസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ 4th റൈറ്റ് ആരാണ് വിൻഡേൽ. 4th റൈറ്റ് എന്ന് പറയുന്ന നേരത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് 1st 2nd 3rd 4th. ഓക്കെ, ഇവരുടെ പൊസിഷൻ ഇപ്പോൾ കൺഫേംഡ് ആണ്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് മൈക്കിൾ ഈസ് സിറ്റിംഗ് 3rd to the right of വിൻഡേൽ. 3rd to the right ആണ്. മൈക്കിൾ ഈസ് സിറ്റിംഗ് 3rd to the right. അപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 1st 2nd 3rd മൈക്കിൾ. ദെൻ അഗെയിൻ 1st റൈറ്റ് 2nd റൈറ്റ് 3rd റൈറ്റ്. ഇനി യോഗ്യത ഈസ് സിറ്റിംഗ് 3rd to the right of ഗാന്ധർ. ഇനി ആ ഒരു സെൻറ്റൻസ് അവിടെ നിൽക്കട്ടെ, ഇൻഫർമേഷൻ ഇല്ല. റോക്കി ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് വിൻഡേൽ ആൻഡ് യോഗ്യത. റോക്കി ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് വിൻഡേൽ ആൻഡ് യോഗ്യത. വിൻഡേലിനും യോഗ്യതയ്ക്ക് ഇപ്പോൾ ഇവിടെ വരികയാണ് എന്താ പ്രശ്നം, ലീൻഡറിനും വിൻഡേലിനും അടക്കായി പോകും. ഇപ്പോൾ റോക്കി ഈസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ വിൻഡേൽ ആൻഡ് യോഗ്യത. ഓക്കെ അല്ലേ. ശരി, ഇനി എന്താ പറയുക, ഇനി റിമൈനിങ് ആയിട്ടുള്ള ആളായിരിക്കും ഇവിടെ. അതാരായിരിക്കും 6 പേരുള്ളത്. റിമൈനിങ് ആയിട്ട് എന്താ കണ്ടീഷൻ പറഞ്ഞത്, യോഗ്യത ഈസ് സിറ്റിംഗ് 3rd to the right of ഗംഗാധർ. 3rd റൈറ്റ് 1st റൈറ്റ് 2nd റൈറ്റ് 3rd അല്ലെങ്കിൽ റിമൈനിങ് ആണ്. ഓക്കെ അല്ലേ. ഇതാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ്. റോക്കി, യോഗ്യത, മൈക്കിൾ, ലീൻഡർ, ഗന്ധർ, വിൻഡേൽ. ഓക്കെ അല്ലേ. ഇനി എന്താ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ലീൻഡർ ആൻഡ് വിൻഡേൽ. ഇതാരാണ് ഗന്ധർ. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് 2 സൈൻസ് ഷുഡ് ബി ഇൻ്റർചേഞ്ച് ടു മേക്ക് ദ ബിലോ ഇക്വേഷൻ കറക്റ്റ്, മാത്തമാറ്റിക്കലി കറക്റ്റ്. ഓക്കെ, ഇത് അടുത്തൊരു ബോട്ട് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. ഇതിൽ സയൻസിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഡിവൈഡ് ഇൻറ്റു ഡിവൈഡ് ആവും. നമ്പേഴ്സിന് ചേഞ്ച് ഇല്ല. 24 പ്ലസിന് ചേഞ്ച് ഇല്ല. 120 ഇൻറ്റു ആയി നമ്മൾ ചേഞ്ച് ചെയ്യുക. 120 ഇൻറ്റു 80 ഇത് ഡിവൈഡായി. ഡിവൈഡ് 16 മൈനസ് 48. ഇതിൻ്റെ വാല്യൂ 36ലേക്ക് വരുമെന്ന് നോക്കാം. ശരി, ഇവിടെ നോക്കിയേ. ഈ ഡിവൈഡ് ബൈ 16 ഞാൻ 1/16 എന്ന് എഴുതി. ഇൻറ്റു 1/16 എന്ന് എഴുതാം. മൈനസ് 48 അല്ലേ. 8 16 തമ്മിൽ കട്ട് ചെയ്യുന്നത് 2. 120 2 തമ്മിൽ കട്ട് ചെയ്യുന്ന നേരത്ത് 60 അല്ലേ. 60 ടൈംസ്. ഇനി ഇവിടെ കട്ട് ചെയ്യുന്നത് 60 + 24 84. 84 മൈനസ് 48 എത്ര വരും 6. 7 - 4 3 36. ഇക്വേഷൻ ബാലൻസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ certain code language, cover is written as 18522 153 and string is written as 11149 നമുക്ക് എന്താ വേണ്ടത്, പ്ലേറ്റ് എങ്ങനെ കോഡ് ചെയ്യാം. ശരി, ഇപ്പോൾ ഇവിടെ നോക്കിയോ. ഇവിടെ നമുക്ക് നമ്പേഴ്സിൻ്റെ കണക്ഷനൊക്കെ വേണം. ഫസ്റ്റ് എന്താ കോഡ് ചെയ്തിരിക്കണം, കവർ COVER അല്ലേ. നമുക്കറിയാം ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ R18 അല്ലേ. ടി നമുക്കറിയാം 20 ആണ്. EJOT EJOT അതായത് 5 20th പ്ലേസ് ആര് വരും, ടി വരും. ദെൻ
RST എന്ന്. അപ്പം 19 18 അല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ എത്ര വരും? ഇജോട്ടി 5 ദെൻ V22 അല്ലേ? ഓയ 15 C3 അല്ലേ? ശരി, ഇനി അവിടെ കോഡ് ഇരിക്കണം എങ്ങനെയാണ്? 18 5 2 2 1 5 3 അല്ലേ? ജസ്റ്റ് ഇവിടെ നോക്കിയോ, 18 ഉണ്ട്, 5 ഉണ്ട്, 22 ഉണ്ട്, 15 ഉണ്ട്, 3 ഉണ്ട്. അതായത് ഈ ലെറ്റേഴ്സ് ജസ്റ്റ് 18 ഇവിടെയുള്ള ഈ നമ്പേഴ്സ് തന്നെയാണ് കോഡിങ്ങിലും വന്നിരിക്കണം അല്ലേ? 18 ഇവിടത്തേക്ക് വന്ന് 5 ഇവിടെ, 22 15 3. അതായത് ജസ്റ്റ് റിവേഴ്സ് ഓർഡർ. ഓക്കെ, ജസ്റ്റ് സ്ട്രിങ്ങും കൂടി ചെക്ക് ചെയ്യാം. STINK K11 N14 9 20 90. ഇനി നമുക്ക് ജസ്റ്റ് ആൻസർ നോക്കാം. 11 14 9 20 90 തന്നെയാണെന്ന് നോക്കി. 11 111 49 2019. ഓക്കെ അല്ലേ? ജസ്റ്റ് റിവേഴ്സിൽ എഴുതുക. ഇനി പ്ലേറ്റ് PA E5 T20 1 12 16. ജസ്റ്റ് എക്സാമിലേക്ക് വരാൻ നേരത്ത് ഈ ഒരു നമ്പർ എഴുതുന്ന E5 ജസ്റ്റ് 20 ദെൻ 1 12 16. ആൻസർ ആയിട്ട് തന്നെ 5 തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻ 5 20 112 16. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 3 different positions of the same dice are shown. Find the number on the face opposite the face showing 4. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡൈസിൻ്റെ 4ന് ഓപ്പോസിറ്റ്. നമുക്ക് ഇതൊരു ക്ലോസ്ഡ് ഡൈസ് ആണല്ലേ? അല്ലെങ്കിൽ ഒരു ഡൈസ്, അല്ലെങ്കിൽ ഒരു ഡൈസിൻ്റെ കേസ് എടുക്കാൻ നേരത്ത് അറിയാം 6 ഫേസസ് ആണുള്ളത്. അതായത് ഒരു ഫ്രണ്ട് ഫേസിന് ഓപ്പോസിറ്റ് ഒരു ബാക്ക് ഫേസിന്, ടോപ്പിന് ഓപ്പോസിറ്റ് ഒരു ബോട്ടം ഫേസ്. അതായത് ഒരു ഫേസേ ഓപ്പോസിറ്റ് ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം കണക്റ്റഡ് ആയിരിക്കും. ബാക്കി ഈ ഫ്രണ്ട് ഫേസ് ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല, ഈ 4 കണക്റ്റഡ് ആയിരിക്കും. ശരി, ഇവിടെ നോക്കിയോ, ഒരു ക്ലോസ്ഡ് ഡൈസിൽ നമുക്ക് എപ്പോഴും അഡ്ജസൻ ഫേസസ് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഓപ്പോസിറ്റ് കാണിക്കണമെങ്കിൽ അത് ഓപ്പൺ ഡൈസിലേക്ക് വരും. ഇനി അതായത് ഈ ഡൈസിൽ 3ഉം 2ഉം ഒരിക്കലും ഓപ്പോസിറ്റ് ആയിട്ട് വരത്തില്ല. 4ന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ഒരു ബോട്ട്, ഇത് ടോപ്പ് ആണെങ്കിൽ ബോട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ 3ഉം 2ഉം കൺഫേം ആയിട്ട് വരില്ല. ഇനി ഓപ്ഷനിലുള്ള 3 വരില്ല, 2 വരില്ല. ഇനി 1 വരുമോ എന്ന് നോക്കാം. 4ന് ഓപ്പോസിറ്റ് 1ഉം വരില്ല, 6ഉം വരില്ല നിന്ന് ഈ ഫിഗറിൽ നിന്ന് കിട്ടും. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് 5 ആയിരിക്കും. അപ്പോൾ 4ന് ഓപ്പോസിറ്റ് 5. ഓക്കെ അല്ലേ? ഇനി ഇതെങ്ങനെ റൂൾ വെച്ച് ചെയ്യണം? ഇപ്പോൾ ഈ ഒരു ഫിഗറായിട്ടാണ് നമുക്ക് കിട്ടി. അതായത് ഒരേ ഡൈസ് തന്നെ ത്രോൺ ചെയ്തപ്പോഴുള്ള 3 പൊസിഷനാണ് ഈ തന്നിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ് പൊസിഷൻ, തേർഡ് അല്ലേ? ഇനി ഇവിടെ നോക്കിയോ, നമ്മളെങ്ങനെ ഏതെങ്കിലും 2 ഡൈസ് തമ്മിൽ ഞാനിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഫസ്റ്റ് ഡൈസിൽ ഇത് സെക്കൻഡ് ഡൈസ്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാ? കോമൺ ആയിട്ടുള്ളത് 4 ആണല്ലേ? ഇവിടെ 4 രണ്ടത് 4 കോമൺ ആയിട്ട് എഴുതി. ഇനി ഫസ്റ്റ് ഡേയ്സിൽ ഞാൻ ക്ലോക്ക് വൈസിൽ എഴുതി. അപ്പോൾ ദെൻ 2 ദെൻ അഗെയിൻ ക്ലോക്ക് വൈസ് 3. ഓക്കെ അല്ലേ? ഇനി ഇവിടെ കോമൺ ആയിട്ട് നമ്പർ 4 ഓൾറെഡി എഴുതി. ഇനി ഇവിടെ ഏത് ഡയറക്ഷൻ എഴുതിയത്? ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെയും ക്ലോക്ക് വൈസിൽ തന്നെ എഴുതണം. 6 ദെൻ അഗെയിൻ 1 ഇങ്ങനെ വരുന്നതായിരിക്കും ഓപ്പോസിറ്റ്. അതായത് 3ഉം 1ഉം ഓപ്പോസിറ്റ്, 2ഉം 6ഉം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി 4ന് ഓപ്പോസിറ്റ് 4 അല്ലേ? ഇവിടെ ഇല്ലാത്ത റിമൈനിങ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ 2 ഓപ്പോസിറ്റ് 2 6, 3 ഓപ്പോസിറ്റ് 2 1. ഇനി 4ന് ഓപ്പോസിറ്റ് റിമൈനിങ് ആയിട്ട് ഒന്നെങ്കിൽ ഫിഗറിൽ നിന്ന് കിട്ടും. റിമൈനിങ് ആയിട്ട് ഫിഗറിൽ ഇപ്പോൾ 4 3 2 ഒക്കെ അല്ല, 4 1 6 ഒക്കെയാണ്. അതൊക്കെ ഓപ്പോസിറ്റ് ആയി. ഇനി ഇവിടെ ഇല്ലാത്ത ഇനി ഓപ്ഷനിൽ നോക്കാം, അതേതാണ് 5 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓപ്ഷൻ റെപ്രസെൻറ്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഗിവൺ വേർഡ്സ് ആസ് ദേ വുഡ് അപ്പിയർ ഇൻ ആൻ ഇംഗ്ലീഷ് ഡിക്ഷണറി? 5 വേർഡ്സ് ഉണ്ട്. ചെയർ, ചെയിൻ, ചാം, ചാർജ്, ചാർക്കോൾ. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയോ, അതെ ഫസ്റ്റ് ഓപ്ഷൻ 2 1 2. അപ്പോൾ 2 ആണോ 1 ആണോ നോക്കാം. 1 ആണെങ്കിൽ ഒരു ഓപ്ഷനിൽ അത് മാർക്ക് ചെയ്യുക. അതെ 1ഉം 2ഉം തമ്മിൽ ചെക്ക് ചെയ്യാം. CH I ഉണ്ട്, N14 ആണ്, R18 ആണ്. അപ്പോൾ 2 കഴിഞ്ഞിട്ട് 1 വരുള്ളൂ. അപ്പോൾ 1 ഉള്ള ഓപ്ഷൻ തൽക്കാലം അവോയ്ഡ് ചെയ്യുക. ഇനി അടുത്ത നോക്കിയാൽ ഈ 2 എല്ലാത്തിലും കോമൺ ആണ്. ഇനി 1 4 3 അതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. 1 4 3 ജസ്റ്റ് 1ഉം 3ഉം തമ്മിൽ ജസ്റ്റ് കമ്പയർ ചെയ്യാം. CH R18 ആണ്, I9 ആണ്. അപ്പോൾ 1 കഴിഞ്ഞിട്ട് എന്തായാലും എന്ത് വരുള്ളൂ? 4 വരുള്ളൂ. അപ്പം ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യാം. ഇനി 1 കഴിഞ്ഞിട്ട് 3 വരുള്ളൂ. ഇനി ആ 3 ഉള്ളത് തൽക്കാലം അവോയ്ഡ് ചെയ്യുക. ഇനി 1ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുക. 1 and 4 CH I9 ആണ്, R18 ആണ്. അപ്പോൾ 1 കഴിഞ്ഞിട്ട് എന്ത് വരുള്ളൂ? 4. 1 കഴിഞ്ഞിട്ട് 4 വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഇതായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഇത് കറക്റ്റ് ഓർഡർ 2 1 5 4 3. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു ബ്ലഡ് റിലേഷൻ ആണ്. A@. ഈ ഒരു സിമ്പിൾ എന്താ സൂചിപ്പിക്കുന്നത്?
ഈ ഒരു സിമ്പിൾ ആണെങ്കിൽ എ ഈസ് ദ സൺ ഓഫ് ബി, അതേപോലെ എ ആൻഡ് ബി ആണ് എ ഈസ് ദ മദർ ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഈ റിലേഷനിൽ എന്താ സൂചിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ മീൻസ് ക്യൂ ഈസ് ദ വൈഫ് ഓഫ് എസ്. ക്യൂ ഈസ് ദ വൈഫ് ഓഫ് എസ്. അപ്പോൾ ക്യൂ ഈസ് ദ വൈഫ്, എസിൻ്റെ വൈഫാണ് ക്യൂ എന്ന് കാണിക്കുക. ഇത് നമുക്ക് ഓപ്ഷൻ വൈസ് ചെക്ക് ചെയ്യാം. ഈ ഓരോ ഓപ്ഷനും ഡയഗ്രാം വരച്ച് നോക്കാം, അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇത് നോക്കിയേ, ജസ്റ്റ് ക്യൂവിൻ്റെ വൈഫ് ക്യൂ ഇസ്, എസിൻ്റെ വൈഫ് ക്യൂ ആക്കുക. അതെ, ഇപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ പി അറ്റ് ദ റേറ്റ് ക്യൂ, ഇതാണെങ്കിൽ എ ഇസ്, അപ്പോൾ പി ക്യൂ, പി ഈസ് ദ സൺ ഓഫ് ക്യൂ, ക്യൂവിൻ്റെ സണ്ണ് പി. ഓക്കെ അല്ലേ? അഗെയിൻ ക്യൂ ആറും തമ്മിൽ ആൻഡ് ആണ്, ക്യൂ ആർ, ദെൻ ക്യൂ ഈസ് ദ മദർ ഓഫ് ആർ അല്ലേ? ക്യൂ ഈസ് ദ മദർ ഓഫ് ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആറിൻ്റെ മദർ, ഓൾറെഡി ക്യൂവിൻ്റെ സണ്ണ് പി ആണ്, ആറിൻ്റെ മദറാണ്. അപ്പോൾ പിയോ ആറ് ബ്രദർ സിസ്റ്ററോ സിസ്റ്റർ സിബ്ലിങ്സ് ആയിരിക്കും. ഇനി മദറാണെന്ന് പറഞ്ഞുകൊണ്ട് മൈനസ്, ഫീമെയിൽസ് മൈനസ് മെയിൽസ് പ്ലസ്. ഓക്കെ അല്ലേ? ഇത് ബ്രദർ സിസ്റ്റർ. ഇനി ഇപ്പം ക്യൂവിൻ്റെ സണ്ണ് പി, ഇനി ആറിൻ്റെ മദറും ക്യൂ ആണ്, പീൻ്റെ മദറും ആരാണ്? ക്യൂ ആണ്. അതായത് ക്യൂവിൻ്റെ സണ്ണ് പി ആണെന്ന് പറഞ്ഞാൽ പീൻ്റെ മദർ ക്യൂ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ലാസ്റ്റ് ആറും എസ്സും തമ്മിൽ എങ്ങനെ കടത്തിയിരിക്കണം നോക്കാം. ആർ ആൻഡ് എസ്, ഈ ഒരു സിമ്പിളാണ്, ആഷാണ്. ആറ് എസ്, ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ്, ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. ഓൾറെഡി എസിൻ്റെ ഡോട്ടറും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ക്യൂവിൻ്റെ ഡോട്ടറാണ് ഓൾറെഡി. അപ്പോൾ എസ് ക്യൂ എസ് എന്തായിരിക്കും? മാരീഡ് ആയിരിക്കും. മാരീഡ് ആയതുകൊണ്ട് ഡബിൾ ലൈൻ, ഇത് സിബ്ലിങ്സ്, ഇത് മാരീഡ് എന്നുള്ള. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആർ ഈസ് ദ ഡോട്ടർ ഓഫ് ബി, ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ്, ആർ ഈസ് ദ ഡോട്ടർ ഓഫ്, അപ്പോൾ ഇവർ മാരീഡ് ആണ്, ഇത് പ്ലസ് ആണ്. ഇപ്പോൾ എസിൻ്റെ വൈഫ് ആരാരെ? എസിൻ്റെ വൈഫ് ക്യൂ ആയി. ക്യൂ ഈസ് ദ വൈഫ് ഓഫ് എസ് എന്ന റിലേഷൻ കാണിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ബാക്കി അവോയ്ഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അതായത് പി യു ആർ. ലാസ്റ്റ് സെൻറ്റൻസ് ഒന്നുകൂടി പറയാം. ഓപ്ഷൻ ക്യൂ ഈസ് ദ വൈഫ് ഓഫ് എസ്, എസിൻ്റെ വൈഫാണെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അതാണ് വേണ്ടത്. എ ഈസ് ദ, ആർ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ഓൾറെഡി ക്യൂവിൻ്റെ സണ്ണ് പി ആണ്, അതേപോലെ ആറിൻ്റെ മദറും ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മദർ ആണെങ്കിൽ ഇത് ആരായിരിക്കണം? ഫാദർ. ആർ ഈസ് ദ ഡോട്ടർ ഓഫ് ബീൻ്റെയും കൂടി ഡോട്ടർ ആണെന്ന്. അപ്പോൾ ഇത് മദർ ആണെങ്കിൽ ഇത് ഫാദർ ആകും. ശരി, അപ്പോൾ ഇതാണ് കറക്റ്റ് ഡയഗ്രാം. അപ്പോൾ അവർ ഫസ്റ്റ് റിലേഷനിൽ തന്നെ കിട്ടി, അത് ഓപ്ഷനായിട്ട് മാർക്ക് ചെയ്യുക. ശരി, ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 statements are given followed by 3 conclusions numbered 1, 2 and 3. Assuming the statements to be true, even if they seem to be at variance with the commonly known facts, decide which of the conclusion logically follows from the statements. Statements ഇതാണ്. No coats are pants, all pants are shirts, some shirts are coats. And conclusion പറയുന്നത് no coats are shirts, some shirts are pants, some pants are coats. ഓക്കെ, അടുത്തൊരു സിലോയിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വെൻ ഡയഗ്രം നമുക്ക് വരക്കാം. ഇത് നോക്കിയേ, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കൺക്ലൂഷൻ ഏതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നോ കോട്ട്സ്, അപ്പോൾ നോ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഓൾ ഉണ്ട്, സം ഉണ്ട് അല്ലേ? അതെ, അപ്പോൾ നോ കോട്ട്സ് ആർ പാൻസ്, അപ്പോൾ ഒരു കോട്ടും പാൻ്റ് അല്ല. അപ്പോൾ കോട്ടിനൊരു സർക്കിൾ വരച്ചു, പാൻറ്റിന് വേറൊരു സർക്കിൾ വരച്ചു. അപ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല, അതാണ് കണക്ഷൻ ഇല്ല. ശരി, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഷർട്ട്സ് ആർ കോട്ട്സ് അല്ല, അടുത്ത സെൻറ്റൻസ് ഓൾ പാൻസ് ആർ ഷർട്ട്സ്, എല്ലാ പാൻറ്റും ഷർട്ടാണ്. അപ്പോൾ ഷർട്ട് വരച്ചു. ദെൻ അഗെയിൻ സം ഷർട്ട്സ് ആർ കോട്ട്സ്, കുറച്ച് ഷർട്ട് കോട്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇവർ തമ്മിൽ പോർഷൻ കുറച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം കുറച്ചുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരക്കണം. ജസ്റ്റ് നോക്കിയോ, അപ്പോൾ ഷർട്ടും കോട്ടും തമ്മിൽ പോർഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോട്ട് ഒരു സർക്കിൾ വരച്ചു, അത് കുറച്ച് പോർഷൻ ഷർട്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു പോർഷനാണ് കോട്ട് ഷർട്ട് അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ നോ കോട്ട്സ് ആർ പാൻസ്. അപ്പോൾ അടുത്ത് ജസ്റ്റ് റിവേഴ്സിന് പോവാം. സം ഷർട്ട്സ് ആർ കോട്ട്സ്, കോട്ട്സും ഷർട്ട്സും തമ്മിൽ സർക്കിൾ വരച്ച് ആ ഒരു പോർഷൻ ഷെയർ ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു പോർഷൻ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ പാൻസ് ആർ ഷർട്ട്സ്, എല്ലാ പാൻറ്റും ഷർട്ടാണ്. ഇതാണ് പാൻറ്റിനുള്ള സർക്കിൾ അല്ലേ? ഇപ്പം എല്ലാ പാൻസ് എല്ലാം എന്താണ്? ഷർട്ട്സിനുള്ളിലാണ് വന്നിരിക്കുന്നത്. ഇനി ജസ്റ്റ് നോ കോട്ട്സ് ആർ പാൻസ്, ഒരു കോട്ട്. അപ്പോൾ കോട്ടും പാൻറ്റും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ഈ രണ്ട് സർക്കിൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിയോ, കൺക്ലൂഷൻ നോ കോട്ട്സ് ആർ ഷർട്ട്സ്, ഒരു കോട്ടും ഷർട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സം ഷർട്ട്സ് ആർ കോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ്ലി റോങ് ആണ്. ഇനി then again സം ഷർട്ട്സ് ആർ പാൻസ്,
ഷർട്ട്സിൻ്റെ കുറച്ച് പോർഷൻ, അതായത് ഈ ഷർട്ട്സ് എന്നുള്ള വലിയ സർക്കിളിൽ കുറച്ച് പോർഷനാണ് പാൻസ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് ട്രൂ ആണ്. ദെൻ സം പാൻസ് ആർ കോഡ്സ്, അപ്പോൾ കുറച്ച് പാൻസ്, അപ്പോൾ ഈ സർക്കിളും ഇതിൻ്റെ കുറച്ച് പോർഷൻ കോഡ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നോ കോഡ്സ് ആർ പാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റോങ് ആണ്. അപ്പോൾ ഇവിടെ ഏത് കൺക്ലൂഷനാണ് ഫോളോ ചെയ്യണത്? ഓൺലി സം ഷർട്ട്സ് ആർ പാൻസ് എന്നുള്ള സെക്കൻഡ് കൺക്ലൂഷൻ. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. 6 persons ഹേമ, രേഖ, ജയ, സുഷ്മ, നിമ്മി ആൻഡ് ബർക്ക ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് നോർത്ത്. അപ്പോൾ 6 പേരുണ്ട് റോ ഫേസിങ് നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന റോ. ഓക്കെ അല്ലേ. അപ്പോൾ ആ റോ വരയ്ക്കാൻ ജസ്റ്റ് നമുക്ക് വായിച്ച് പോവാം. കാരണം ഒരു മാപ്പ് വരയ്ക്കണമെങ്കിൽ ഇത് നോർത്ത്, ഇത് ലെഫ്റ്റ്, ഇത് നോർത്ത്, ഓപ്പോസിറ്റ് സൗത്ത്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ദെൻ ഇത് വെസ്റ്റ് അല്ലേ. ഇനി നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കണമെങ്കിൽ സൗത്തിലിരിക്കണവർക്ക് നോർത്തിലേക്ക് ഫേസ് ചെയ്യാം അല്ലേ. ജസ്റ്റ് ഇതാണ് ആ റോ. ശരി, അത് എത്ര പേരുണ്ട്? 6 പേരുണ്ട്. 1 2 3 4 5 and 6 ഇവരാണ് 6 പേര് അല്ലേ. ഇനി ലെഫ്റ്റ് സൈഡ്, ഇനി നമുക്കറിയാം നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ സൗത്തിലിരിക്കാൻ നേരത്ത് ഇത് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡും ആയിരിക്കും. ഈ റോയുടെ ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ഓക്കെ അല്ലേ. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ഇനി ഓരോ സെൻറ്റൻസിലേക്ക് വരാം. ബർക്ക ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ് ജയ ആൻഡ് ബർക്ക ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ്. അപ്പോൾ ജയക്ക് അടുത്ത് ബർക്ക വരത്തില്ല. ഇനി അടുത്ത് ജയ ഈസ് സിറ്റിംഗ് അറ്റ് എക്സ്ട്രീം റൈറ്റ്. അപ്പോൾ റൈറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ ജയ. ശരി, ഇനി ഇവിടെ എന്തായാലും ബർക്കയുടെ പൊസിഷൻ വരില്ല, കൺഫേംഡ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒൺലി ഹേമ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ നിമ്മി ആൻഡ് ബർക്ക. ഒൺലി ഹേമ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ നിമ്മി ആൻഡ്, അപ്പം നിമ്മി ബർക്ക, എന്നിടയ്ക്ക് ഹേമ അല്ലേ. അല്ലെങ്കിൽ ഇത് തന്നെ 2 പൊസിഷനിൽ വരാം. ഹേമ, അതായത് ഇവർ രണ്ടും നടുക്ക് ഹേമയാണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബർക്ക, ഇവിടെ നിമ്മി. ഈ 2 കേസ് ഉണ്ട് ഈ ഒരു പൊസിഷനിൽ. അതിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ്. ഇനി അടുത്ത ആ സെൻറ്റൻസ് പോട്ടെ. ഇനി അടുത്ത് നിമ്മി ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ് സുഷ്മ ആൻഡ് ജയ. അപ്പോൾ സുഷ്മയുടെയും ജയയുടെ അടുത്ത് ആരുണ്ടാവില്ല? നിമ്മി ഉണ്ടാവില്ല. ഇനി അത് ആ ഒരു സെൻറ്റൻസ്. അപ്പോൾ 2 സെൻറ്റൻസ് അവോയ്ഡ് ചെയ്ത് തൽക്കാലം വായിച്ചു വരാൻ നമുക്ക് കിട്ടും. ഒരു കേസ് അവിടെ നിൽക്കട്ടെ. ഇനി ഒൺലി രേഖ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ സുഷ്മ ആൻഡ് ജയ. അപ്പോൾ സുഷ്മയ്ക്കും ജയക്കും ഇടയ്ക്ക് രേഖയുണ്ട്. ഒൺലി രേഖ ഈസ് സിറ്റി, അപ്പോൾ രേഖ ബിറ്റ്വീൻ സുഷ്മ, രേഖ ഈസ് ബിറ്റ്വീൻ സുഷ്മ ആൻഡ് ജയ. ഓക്കെ അല്ലേ. ഇനി ഈ സെൻറ്റൻസ് ജസ്റ്റ് ഒന്നുകൂടി ആദ്യം തൊട്ട് വായിക്കാം. ഇനി എന്താ? ഹൂ ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബർക്ക. അപ്പോൾ ഇവർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല അല്ലേ. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ബർക്ക ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ് ജയ. അപ്പോൾ ജയയുടെ അടുത്ത് ബർക്ക വരത്തില്ല. ഓക്കെ ശരി. ആൻഡ് ജയ ഈസ് എക്സ്ട്രീം റൈറ്റ് ഓൾറെഡി പ്ലേസ് ചെയ്തു. ഒൺലി ഹേമ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ നിമ്മി ആൻഡ് ബർക്ക. ഓക്കെ, അത് എഴുതിയിട്ടുണ്ട്. 2 കേസ് ഉണ്ട്. ഇനി നിമ്മി ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ് ബർക്ക. നിമ്മി ഈസ് ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കണം. നിമ്മി ഈസ് നോട്ട് സിറ്റിംഗ് ബിസൈഡ് സുഷ്മ. സുഷ്മയുടെ അടുത്ത് ആര് വരത്തില്ല? നിമ്മി വരത്തില്ല. അപ്പോൾ ഇവിടെ നിമ്മിയുടെ പൊസിഷൻ കിട്ടി. ഇവിടെ നിമ്മി, ഇവിടെ ഹേമ, ഇവിടെ ബർക്ക. അപ്പോൾ ഇവിടെ എന്തായാലും ആ ഒരു കേസ് അവോയ്ഡ് ചെയ്ത് ഇവിടെ വന്നാൽ എന്തായി? ഇത് മാച്ചായി പോകും. നിമ്മി ഇവിടെ കൺഫേം ആയിട്ട് വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിമ്മിക്കും ബർക്കയ്ക്കും ഇടയ്ക്കാണ് ആരെന്ന് പറയുന്ന നേരത്ത് ഹേമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പൊസിഷൻ കൺഫേം ആണ്. നിമ്മി, ഹേമ, ബർക്ക, സുഷ്മ, രേഖ ആൻഡ് ജയ. ഓക്കെ അല്ലേ. ഈ ഒരു പൊസിഷൻ, അതായത് ജയക്കരികിൽ ഇതും വരില്ല, സുഷ്മയ്ക്കടുത്ത് നിമ്മിയും വരത്തില്ല. അപ്പം നിമ്മി ഇവിടെ വന്നാൽ ഇവിടെ ബർക്ക, അവരുടെ 2 പേരുടെ ഇടയ്ക്ക് ആരായിട്ട് വരും? ഹേമ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഇവരുടെ കറക്റ്റ് അറേഞ്ച്മെൻറ്റ്. ഇത് അവിടെ ആയിട്ട് കിട്ടി. ഇതാണ് നമുക്ക് റൈറ്റ് ആയിട്ട് കിട്ടിയത്. ശരി, ഇനി ഹൂ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബർക്ക. ബർക്കയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരായിട്ട് വരും? സുഷ്മ. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശരി. ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് റെസ്പെക്ട് ഈസ് റിട്ടൺ ആസ് EECPRST. അതേപോലെ ഹോണർ കോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ട? കറേജ് എങ്ങനെ കോഡ് ചെയ്യാം? ഓക്കെ, കറേജിൻ്റെ കോഡ്. അപ്പോൾ ഈ ഒരു കോഡിങ് ശ്രദ്ധിക്കണം. ഇറ്റ്സ് റെസ്പെക്റ്റ്, RESPECT അല്ലേ. അതെങ്ങനെ കോഡ് ചെയ്തിരിക്കണത്? EECPRST അല്ലേ. EECPRST. ഓക്കെ അല്ലേ. 3
3 ഓക്കെ എല്ലാ അതായത് ഇവിടെയുള്ള എല്ലാ ഡബിൾ ഇ ഉണ്ട് സി ഉണ്ട് പി ഉണ്ട് ആർ എസ് ടി. അപ്പോൾ ഈ പ്രൈമറി ഈ ലെറ്റേഴ്സ് എല്ലാം തന്നെയാണ് ഇവിടെ വന്നിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയോ, അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ നമുക്ക് കൊടുക്കാം. റെസ്പെക്റ്റ് T20 C3 E5 റെസ്പെക്റ്റ് R18 E5 S19 P16 3. ഇനി സി എത്ര E5 C3 T20 ഓക്കെ അല്ലേ. ഇവിടെ നോക്കിയോ, ജസ്റ്റ് അതെങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നത് ഇ സി പി ആർ എസ് ടി അല്ലേ. അപ്പം ഈ റെസ്പെക്റ്റ് ഉള്ള ലെറ്റേഴ്സ് തന്നെ RESPECT അല്ലേ. ഇനി 2 E അടുപ്പിച്ച് കൊണ്ട് നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫബറ്റിൽ വവ AEIOU ആണ് വവ്വൽസ്. അപ്പോൾ വവ്വൽസ് ഉണ്ട്. ഇനി ഇത് വവ്വൽസ്, then again ഇത് കൺസണൻസ് അല്ലേ. വവ്വൽസിന് ശേഷം കൺസണൻസ്. ഇനി സിയുടെ നമ്പർ അറിയാം, E5 C3 P16 R18 S19 T20 ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, വവ്വൽസ് അസെൻഡിങ് ഓർഡറിലാണ്, ഇതും അസെൻഡിങ് ഓർഡറിലാണ്. 3 കഴിഞ്ഞാൽ 16 കഴിഞ്ഞാൽ 18th ലെറ്റർ 19 20th ലെറ്റർ. ആ ഒരു കണക്ഷൻ ഇവിടെയും കിട്ടേണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കിയോ, ഏതായിരുന്നു ഹോണർ HONOUR ഓക്കെ. ആ ലെറ്റേഴ്സൊക്കെ തന്നെയല്ലേ ഇവിടെ OOUHNR. ഇവിടെ നോക്കിയോ OOU, ഇതിനകത്ത് ഇത് ഇത്രയും വവ്വൽസ് ആണ്, ബാക്കി റിമൈനിങ് കൺസണൻസ് ഓക്കെ. എത്ര H18 O15 N14 15 21 18 അല്ലേ. 18 14 8 21 15 15. അതായത് ഇവിടെ വവ്വൽസ് ഇവിടെ ഈ സെയിം ആണ്. വവ്വൽസ് അസെൻഡിങ് ഓർഡറിൽ എഴുതി ഫസ്റ്റ്, ദെൻ കൺസണൻറ്റ് 8 14 18 അല്ലേ. ഏതാണ് അസെൻഡിങ് ഓർഡറിലാണ് ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ എന്താണ്, ഇവിടുത്തെ കണക്ഷൻ ഫസ്റ്റ് വവ്വൽ അസെൻഡിങ് ഓർഡർ, ദെൻ സെക്കൻഡ് കൺസണൻറ്റും അതും അസെൻഡിങ് ഓർഡർ ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തിൻ്റെ കോഡാ വേണ്ട, കറേജ് COURAGE അല്ലേ. ഇതിനകത്ത് ഏതൊക്കെയാണ് വവ്വൽസ് ഉള്ളത് നമുക്കറിയാം. വവ്വൽസ് O വവലാണ്, U വവലാണ്, A അല്ലേ. ഇനി ഇതിൻ്റെ നമ്പേഴ്സ് 5 G7 A1 R എത്ര 18 U എത്ര T കഴിഞ്ഞാൽ U21 15 C എത്രയാ 3 അല്ലേ. ജസ്റ്റ് വവ്വൽസ് O, ഇത് വവ്വലാണ്, ഇത് വവ്വൽസ് ആണ്, ഇത് വവ്വൽ. അപ്പോൾ അതിൽ ഫസ്റ്റ് വവൽ A വരും, ദെൻ അഗെയിൻ E ഉണ്ട്, ദെൻ O, ദെൻ U. അപ്പോൾ വവ്വൽസ് കഴിഞ്ഞ് AEOU ഉള്ള 2 ഓപ്ഷൻസ് ഇത് അവോയ്ഡ് ചെയ്യുക. ഇനി അടുത്ത ഇനി കൺസണൻസ് 3 ഉണ്ട് 18 ഉണ്ട് 7 ഉണ്ട് 5 ഉണ്ട് അല്ല 5 വവ്വൽസായി. ഇനി 7 G വരും, അത് കട്ട് ചെയ്യുക, C കഴിഞ്ഞിട്ടാണ് G, C കട്ട് ചെയ്യുക, C ദെൻ G ദെൻ അഗെയിൻ R CGR ഓപ്ഷൻ ബി ആണ്. AEOU CGR അല്ലേ. 3rd ലെറ്റർ 7th ലെറ്റർ 18th ലെറ്റർ അസെൻഡിങ് ഓർഡർ, കറേജ് COURAGE ഓക്കെ അല്ലേ. ശരി ഓക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ GDയിലെ ആ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്. ഇതോടെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.